ഓം നമഃശിവായ. പൂരാടം നക്ഷത്രത്തിൻ്റെ ഫല നിരൂപണം ചെയ്യുമ്പോൾ നക്ഷത്രത്തിന് 15 നാഴിക അഥവാ 6 മണിക്കൂർ വീതമുള്ള 4 പാദങ്ങളായി തരം തിരിച്ചിട്ടുണ്ട്. ഈ നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ ജനിക്കുമ്പോൾ ആയുർഭാഗ്യം കുറവുള്ളവരും ജലം മൂലം ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരും ശൂരതയുണ്ടെങ്കിലും ഒരു ദൈന്യ ഭാവവും ഉള്ളിൽ നല്ല ഭയമുള്ളവരും സ്ത്രീകളുടെ വാക്ക് കേട്ട് പ്രവർത്തിക്കുന്നവരും ആയിരിക്കും. രണ്ടാം പാദത്തിൽ ജനിക്കുമ്പോൾ നല്ല സൗന്ദര്യമുള്ളവരും അന്യരെ പരിഹസിക്കാൻ ഇഷ്ടപ്പെടുന്നവരും മുൻകോപം ഉള്ളവരും അഹങ്കാരിയും ഉള്ളിലുള്ള സ്നേഹത്തെ പുറമേക്ക് കാണിക്കാത്തവരും ആയിരിക്കും. മൂന്നാം പാദത്തിൽ ജനിക്കുമ്പോൾ നല്ല സൗന്ദര്യമുള്ളവരും ശുദ്ധ ഹൃദയമുള്ളവരും സുഖിമാനും മാതാവിന് സുഖമില്ലാത്തവനും ഗുണങ്ങളെ അറിയുന്നവനും വലിയ ഉദരമുള്ളവനും മഹോദരം എന്ന രോഗമുള്ളവനും ആയിരിക്കും. നാലാം പാദത്തിൽ ജനിക്കുമ്പോൾ പിതാവിന് സുഖമില്ലാത്തവനും ദാനശീലമുള്ളവനും ബലമുള്ളവനും ത്വക്ക് രോഗമുള്ളവനും സത്യം പറയുന്നവനും നിർദ്ദയമായി സംസാരിക്കുന്നവനും അന്യരെ ദ്രോഹിക്കുന്നവരും ആയിരിക്കും. മേൽപ്പറഞ്ഞ പ്രകാരം 4 പാദങ്ങളിലും ഫലങ്ങൾ വരുന്ന പൂരാടം നക്ഷത്ര ജാതരുടെ പൊതു സ്വഭാവങ്ങളായി വരുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ടവരും കാണുന്ന മാത്രയിൽ തന്നെ ആർക്കും എന്തുപകാരവും എന്ത് സഹായവും ചെയ്യാൻ സന്നദ്ധതയും ഉള്ളവരും എല്ലാ കാര്യങ്ങളിലും സാമർഥ്യം ഉള്ളവരും നല്ല ഭാഗ്യമുള്ളവരും നല്ല അഭിമാനബോധമുള്ളവരും സുഖിമാന്മാരും ശാന്തബുദ്ധിയുള്ളവരും ആയിരിക്കും. മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ. ഓം നമഃശിവായ.